ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ജോർജിയ ട്രിപ്പിലെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജിയയിലെ ഒരു ഡേ ഹൈക്കിനുള്ള പ്ലാനാണ്. ഇവിടുന്ന് ഒരു ഗ്ലേഷ്യറുണ്ട്, ഒരു ലേക്കുണ്ട്, അടുത്തടുത്താണ്. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഗസ്റ്റ് ഹൗസാണ്, ഹോം സ്റ്റേ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിസര പ്രദേശങ്ങൾ. ശാന്തമായ അന്തരീക്ഷം. രാവിലെ ഒരു 9-10 മണിയായിട്ടേ ഉള്ള ആൾക്കാരൊക്കെ ആക്റ്റീവ് ആവുള്ളൂ എന്ന് തോന്നുന്നു. രാവിലെ ആരും തന്നെ ആക്റ്റീവ് അല്ല. അപ്പോൾ ഇന്ന് വ്യത്യാസമായിട്ട് നമ്മളൊരു ഹൈക്കിംഗ് ഡേ ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്നലെ മെസ്റ്റിയയിലെത്തി. ചെന്നൈയിൽ നിന്ന് ജോർജിയയിൽ ഈ സമയത്ത് വിസിറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിന്റെ കൂടെ ഇന്നൊരു 1 ഡേ ഹൈക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത് മെസ്റ്റിയയിൽ. പൈൻ ഫോറസ്റ്റ് മാതിരില്ലേ, கோமாதாஸ் காலையில் ஃபுல்லாக சிங்கம் பண்ணியிருக்கு. மார்னிங் ஹைக். அந்த இதோட பேர் என்ன? கொர்வல்டி லேக் ஃப்ரம் மெஸ்டியா. வுடன் பால்கனி சப்போர்ட்டட் பை வுடன். எல்லாம் புதுசாக கட்டிகிட்டு இருக்கேன்னு நினைக்கிறேன். வுட் ஒர்க் எல்லாம் புதுசு தான். லெஃப்டா ஸ்ட்ரைட்டா? ஸ்ட்ரைட்டா? ഓക്കെ. ഓൾമോസ്റ്റ് ഒരു 8 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. 8 കിലോമീറ്ററും നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ള ക്ലൈംബാണ്. അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ രാവിലെ പോണത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തായാലും ഈവനിങ് ആവും. അപ്പം ഇന്നത്തെ ഫുൾ ഡേ അങ്ങനെ ട്രക്കിങ്ങിന് പോകും. ട്രെയിനിൽ കൂടിയേ പോകുന്നത്. സ്ട്രീമ് ഇവിടെ മേലെ പോകുന്ന നിனைக்கிறேன். ഐ തിങ്ക് ദിസ് ഈസ് ദി വേ. മുകളിലേക്ക് പോകുന്ന ട്രെയിൻ ഇതാന്ന് തോന്നുന്നു. സ്ട്രൈറ്റാ ഇൻ ദ ലെഫ്റ്റ് റൈറ്റാ? അപ്പോൾ ഇതുപോലത്തെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വ്യൂ. some people are coming. I think 2 பேர் வராங்க. 2 people are coming. கொஞ்சம் பின்னாடி இருக்கு. Nice. The mountain, snow-capped mountain. This is a nice climb with a constant gradation. 5 kilometers more. 5.2. Koruldi Lake. Okay, இந்த பக்கம் center of city 1.8. We are almost close to the ridge. இன்னொரு இது போனோம்ல. Climb from there all the way there. Going up and up and up. ഇതാണ് കയറി വന്ന വഴി. നല്ല സ്റ്റീപ്പാണ് വഴിയാണ്. ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോയാൽ 2 ട്രെയിലുണ്ട്, സെയിം തന്നെ ഒരേ ഡയറക്ഷനിൽ. അപ്പോൾ വഴിയിൽ നിന്ന് ചെറിയൊരു കമ്പൊടിച്ചു. ഈ കമ്പുള്ളതുകൊണ്ട് കുത്തിപ്പിടിച്ച് പോവാം. സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് 1.2 കിലോമീറ്ററാണ് എലവേഷൻ ഗെയിൻ. 1500 മീറ്ററാണ് മെസ്റ്റിയ. ഈ ലേക്ക് 2700. സോ ഓൾമോസ്റ്റ് 1200 മീറ്റർ എലവേഷൻ ഉണ്ട്. ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് 7 കിലോമീറ്ററാണ്. സോ ഓൾമോസ്റ്റ് ഒരു റിഡ്ജ് മാതിരി ലൈക്ക് ഇങ്ങനെ മരത്തിൻ്റെ ഷെയ്ഡെല്ലാം പോയി നമ്മൾ റിഡ്ജ് മാതിരി വന്നിട്ടുണ്ട്. ഇനി വെയിലായിരിക്കും. വി ഹാവ് ടു ഗോ ദേർ. ഓ, ഹോൾസ് എല്ലാം വരുന്നെങ്കിലുണ്ട്. ഹലോ മാഡു, ഹൗ ആർ യു? We'll take this route. Yeah. Huh? Whichever. But இது வந்து ட்ரெக்கிங் ரூட்டா இல்லை வேன் ரூட்டா? Van route. நாங்க ஆளுங்க வராங்கல்ல? Or we can check with the people also by the time many people. இப்போ வந்திருக்குனா it has to be the route. அதுதான் சி கரெக்டாக கீழே இறங்குதுல்ல. இங்கே பாரு, இங்கே தெரியுது. கீழே தான் போகுது. இது ஹோல்ஸ் நினைக்கிறேன். மேலே குதிரையில் போயிட்டு குதிரையில் வரலாம். அந்த மாதிரி ஏதோ ஐடியா. டென்ட்டா இல்லை வண்டியா? அது வண்டி தான், கார் தான். ஐ மீன் சம் 4-wheel drive தான். ஸோ காஃபி டைம் ஆஃப்டர் கிளைம்பிங் 800 meters of elevation. அந்த ரூட்டில் தான் போனோம். another
Maybe some 2 kilometers more. View. അവിടെയെല്ലാം സ്നോ ഉണ്ട് മുകളിൽ. നല്ല ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. 4000 to 5000 ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളിൽ. ഇവിടെ ഒരു പാരാഗ്ലൈഡിങ് ഉണ്ട്. ടാൻഡം ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററാണ്. കുറച്ച് പേരൊക്കെ പാരാഗ്ലൈഡിങ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഹൈക്കേഴ്സൊക്കെ ഉണ്ട്. ബാഗൊക്കെ വെച്ചിട്ടിരിക്കുന്നു. அவன் இந்த பக்கம்தான் வரான். വാ, ചെറിയൊരു ചാറ്റമഴ, വെയിലൊക്കെ പോയി, പൂക്കളും പുല്ലും നിറഞ്ഞ ഒരു മലമേട്, മലമണ്ടൈ നടക്കുന്നു. ഇത് പോட்டுக்கலாமா? உள்ள போட்டுக்கலாம். I think cheaper lot of oil. We've been, I think it's in Malaysia. It's Malaysia. 50 cents. Very good. Yeah. What about India? India is same like Georgia. Same price like Georgia. $1.10. Almost same. Are doing it bargain? നമ്മൾ ലേക്കിൻ്റെ ഒരു അപ്രോച്ചിലേക്ക് വന്നു. ഇങ്ങനെ കയറി ചുറ്റിക്കറങ്ങി ആ റിഡ്ജിൻ്റെ ഇതിലെ കൂടെ കയറി കഴിഞ്ഞാൽ ആ വലിയ പീക്കിൻ്റെ ഇടയ്ക്കാൻ തോന്നുന്നു. ഒരു ചെറിയ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ്. Lot of 4-wheel drives, off-road, coming down from the lake. Vehicles are all coming down. இது வந்து அந்த FJ சீரீஸ்னு சொல்லும் டொயோட்டாவில். சும்மா வண்டி அது அந்த காலத்துலேருந்தே இருக்குது. எனக்கு ரொம்ப பிடிக்கும் இந்த வண்டி. ടൊയോട്ടോ FJ സീരീസ്. ഇന്ത്യയിലെല്ലാം കിടയാതെ. പട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ പട്ടിയുടെയൊക്കെ ഒരു സൈസ് എന്താ വലിപ്പം. ജർമ്മൻ ഷെപ്പേർഡ് ടൈപ്പാണ്. പാവം. പട്ടി തീറ്റ കിട്ടുമോ നോക്കി ഓടുക. ആമാ. ഇവിടെ കാർ ഓടിക്കുന്നതിനെ സമ്മതിക്കണം. 4-wheel ഡ്രൈവേ പറ്റുള്ളൂ. ഓടിച്ച് കയറ്റുക. ഫുൾ ഓഫ് റോഡാണ്. സ്റ്റീപ്പ് ക്ലൈംബുമാണ്. പണി അറിയാവുന്നവർക്ക് പറ്റിയ റോഡാണ്. ഇവിടെയുള്ളവർക്ക് പിന്നെ ഇതൊക്കെ ഒരു നിത്യത്തൊഴിൽ അഭ്യാസം പോലെ ആയിരിക്കും. ഡെയിലി വന്ന് കയറി ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇറങ്ങുന്നതായിരിക്കും. കയറി പോണ പോക്ക് കണ്ടോ. ഏറാവ വളരെ സമ്മതിക്കണം. അടിപൊളി 4-wheel ഡ്രൈവ് എല്ലാം കയറ്റി ഇറക്കി കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് മലമണ്ട. ഓൾമോസ്റ്റ് എൻ്റെ മണ്ടയ്ക്ക് കയറണം. എൻ്റെ മണ്ടയ്ക്ക് എന്നാലാണ് ലേക്ക് എന്ന് തോന്നുന്നു. നല്ലൊരു ക്ലൈംബാണ്. ലാസ്റ്റ് അടുക്കാറാകുമ്പോഴും നല്ല കയറ്റമാണ്. നിറയെ കൊലവറി പസങ്കർക്ക്. അവിടെ എല്ലാം മുകളിൽ മഞ്ഞുള്ള മലനിരകൾ. താഴെ വാലിയിലൂടെ നമ്മുടെ നദി ഒഴുകുന്നു. ചെറുതായിട്ട് കാണാം. ഇവിടെ നോക്കിയാൽ ഇനിയും കിടക്കുന്നൊരു 3/4 കിലോമീറ്റർ ലേക്ക് വ്യൂ പോകണമെങ്കിൽ. കാര്യം വെയിലുണ്ടെങ്കിലും വിയർക്കുന്നില്ല. ആൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലമായതുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ തന്നെയാണ് ഉള്ളത്. നല്ല സ്റ്റീപ്പാണ് ക്ലൈംബെല്ലാം. ധാരാളം ആൾക്കാർ 4-wheel ഡ്രൈവ് ഹയർ ചെയ്തുകൊണ്ട് വരുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടില്ലാതെ മുകളിൽ പോയി കാണാം.
നമ്മൾ ഹൈക്കിംഗ് ആയതുകൊണ്ട് അല്പം അത്യാവശ്യം സ്ട്രെയിനൊക്കെ എടുത്താണ് മുകളിലേക്ക് കയറുന്നത്. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു ഹൈക്കായിരുന്നു. ഇനി ഒരു 1/2 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ പീക്ക് ചെയ്യില്ലെന്ന് തോന്നുന്നു. ആ കയറ്റമെല്ലാം കയറി ലാസ്റ്റ് ഒരു കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് വന്നു. ഇനിയിപ്പോൾ ആ ദൂരെ ആ കാറ് കിടക്കുന്നിടത്താണ് ലേക്ക് എന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകണം. സോ ദിസ് ഈസ് നോട്ട് ദ ലേക്ക് ഐ സപ്പോസ്. ഇത് കുട്ടിക്കുളം, പശുവെല്ലാം വെള്ളം കുടിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. സോ ദ ലേക്ക് സർക്യൂട്ട് ഈസ് ഗോയിങ് ടു ബി on top. ഇവിടുന്ന് മുകളിലോട്ടും ഉണ്ട് ട്രെയിൽ. ആ പോണ ട്രെയിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പീക്കുണ്ട്. അതായാലും ഇന്ന് പറ്റിയല്ല, ഓൾറെഡി 2 മണി കഴിഞ്ഞു. ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയും ഫിറ്റ്നസ് ലെവലും ഒന്നും വെച്ചത് പറ്റത്തില്ല. അപ്പം ലേക്ക് മാത്രം കണ്ടിട്ട് പോവാം. അതാണ് ഇപ്പോഴത്തെ ഐഡിയ. അതാണ് അപ്പോൾ ലേക്കിൻ്റെ വ്യൂ. ഇതൊരു ചെറിയ ലേക്കാണ്. നമ്മുടെ ചന്ദ്രതാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒരു ലേക്കല്ല, പിന്നെ ഒരു നല്ല ഹൈക്കാണ്. ഹൈക്ക് നല്ല ടഫായിട്ടുള്ള ക്ലൈമ്പായിരുന്നു. ഓൾമോസ്റ്റ് 7 കിലോമീറ്ററും 1.2 കിലോമീറ്റർ എലവേഷൻ ഗെയിനും. നല്ല സ്റ്റീപ്പ് ക്ലൈമ്പാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങി, ഇപ്പോൾ മണി 2:15. സോ എല്ലാവരും വണ്ടിയെ വരുന്നവർക്കൊന്നും ബുദ്ധിമുട്ടില്ല. അതൊക്കെ വണ്ടിയെ കയറി വന്നാൽ മതി. എല്ലാവരും ബിയർ അടിയാൻ തോന്നുന്നു. പട്ടിയൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മൾ സഹയാത്രിക സ്ഥലം പിടിച്ചു, പട്ടിയുടെ അടുത്തിരിക്കാം. ഇതാണ് ലേക്ക്. ആ ചിന്ന ഒരു ലേക്ക്, ഒരു ഹാർട്ട് ഷേപ്പ് അതുമില്ലേ, ഒരു ഹാർട്ട് ഷേപ്പ് അവിടെ കീഴേ. ഹലോ, having come to the peak, it's time for chacha. Georgian chacha is the right drink for this occasion. So celebrating the completion of the hike with a Georgian chacha. Okay. Hi. ஒழுங்கா கேட்ச் பண்ணி அவனே ஏதோ செய்யறான். அவனுக்கு கொடுத்துரு. ஐயோ அம்மா கேட்ச். ஐயோ சுற்றி போயிட்டு அந்த பைக் பக்கம் போய் ஒரு ஃபோட்டோ எடுத்துக்கலாம். കോറൽഡി ലേക്ക്. അപ്പോൾ ഇതാണ് ലേക്കിൻ്റെ ഒരു വ്യൂ. ചെറിയ ലേക്കാണ്, പക്ഷെ കുഴപ്പമില്ല, ഭംഗിയുണ്ട്. ലേക്ക് വ്യൂ. ഇതാണ് ലേക്ക്. നല്ല പീക്കെല്ലാം ഉണ്ട് സൈഡിൽ. അപ്പോൾ ഇവിടെ ഒരു ലേക്ക് കൂടെ ഉണ്ട്, അപ്പോൾ 2 ഉണ്ട്. ഇതൊരു ചെറിയ ലേക്ക്. അപ്പം മുകളിലേക്ക് നമ്മൾ ഏതാണ്ട് 4 മണിക്കൂർ കൊണ്ട് കയറി. തിരിച്ച് താഴോട്ടിറങ്ങാൻ അത്രയും സമയം ആവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു 3 മണിക്കൂർ ചില്ലറ എടുക്കുമെന്ന് തോന്നുന്നു. ഷെവർലെ സബർബനാണിത്. അവൻ്റെ ലെങ്ത് കണ്ട. അതുപോലെ ലാസ്റ്റ് ബാക്ക് സൈഡ് ലോഡ് ഏരിയ ആണോ സീറ്റിംഗ് ആണോ നല്ല സ്റ്റൈലായിട്ട്, നല്ല ലോങ് ആണ്. 5 മീറ്ററിൽ കൂടുതൽ ലെങ്തുള്ള വണ്ടിയാണ്. അപ്പോൾ തിരിച്ചുള്ള ഇറക്കത്തിലാണ് നമ്മൾ കാറും ജീപ്പും ഒക്കെ വരുന്ന റോഡ് വിട്ടിട്ട് സൈഡിൽ കൂടെ ഉള്ള ചെറിയ ട്രെയിലുണ്ട്, ഹൈക്കേഴ്സിനുള്ള ട്രെയിലാണ്. അപ്പോൾ അതിലിറങ്ങാൻ ഇച്ചിരി ഷോർട്ട് കട്ടാണ്. താഴോട്ട് ഇറങ്ങാനായതുകൊണ്ട് ശ്വാസതടസ്സമില്ല. കാലിൻ്റെ മുട്ടിന് ചെറിയൊരു പിടുത്തമുണ്ട്, വേറെ കുഴപ്പമില്ല. അപ്പോൾ അവിടെയാണ് 2ാമത് കണ്ട റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓൾ ഡെഡ് ബൈക്കേഴ്സ് ഡെഡ് இருந்தால் நம்மளும் போகலாம். என்ன வண்டி ஆஃப்ரிக்கா டின்னா இல்லை. இது சிஎஃப் மோட்டோ 450. அது அதுவும் சிஎஃப் மோட்டோக்கு நிறைய இருக்குது. அது LD 450.
സൂപ്പർ. കുഴപ്പമില്ല. അതാ വേറൊരു പ്രശ്നമില്ല, അവിടെ പോവാം. ഞങ്ങളങ്ങനെ താഴെ ഇറങ്ങി. നമ്മൾ ആദ്യം വന്ന് കാപ്പി കുടിച്ച ആ റെസ്റ്റോറൻ്റ് കാണുന്നത്. ഇപ്പം മണി 4 കഴിഞ്ഞു. അപ്പോൾ അവിടെ കയറി ഒരു ചായയോ കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചേച്ച് പോകണം. ഉച്ചയ്ക്ക് വേറെ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു ഐഡിയ. നമ്മൾ താഴത്തെ കടയിൽ വന്നു. അപ്പോൾ ഒരു ഓംലെറ്റും ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡിഷായ കച്ചാപ്പുരി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നാൽ കഴിച്ചു. ഒരു ബിയറൂടെ കുടിച്ചേക്കാം. നല്ല ഒരു ഹെക്റ്റിക് ട്രക്കായിരുന്നു. മണി ഓൾമോസ്റ്റ് 4 കഴിഞ്ഞിപ്പം. നമ്മുടെ ഹൈക്കിംഗ് പാർട്ട്ണറും വരുന്നുണ്ട്. ടാൻഡം ഫ്ലൈറ്റ് ആൻഡ് കഫേയിലിരുന്ന് Come on, you have reached the finishing point almost. Good. ഇവിടുത്തെ ഒരു ചെറിയ കഫേയുടെ സെറ്റപ്പാണ്. സ്റ്റൗവിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം കെറ്റിലൊക്കെ എടുത്ത് മൾട്ടിപ്പിൾ കെറ്റിൽ വെക്കാം. താഴെ തീ കൊടുത്തിട്ട്. ആൻറ്റി ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ചെറിയ പുഡിങ്ങാണ്. ചെറിയ കേക്ക് പോലെ എന്താ ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കച്ചാപ്പുരി കഴിച്ചിട്ട് അത് കഴിക്കാം. നല്ലതായിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ. ബിയറുണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ട്, ജ്യൂസ്. അപ്പം നമ്മൾ അകത്തോട്ട് കയറി ഇരിക്കേണ്ടി വന്നു. കാരണം വന്നപ്പോൾ ഉഗ്രം കാറ്റും മഴയും. കാരണം മൗണ്ടനിൽ അങ്ങനെയാണല്ലോ, എപ്പോഴാണ് മഴ വരുന്നത് എപ്പോഴാണ് കാറ്റ് വരുന്നത് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ വെയിലാണ്. ഈ സൈഡിൽ നല്ല കാറ്റടിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഇറച്ചി. കാറ്റാണ്. എന്താ ഒരു ഫീൽ. നൈസ്. കുറച്ച് മഴയും കുറച്ച് കാറ്റും. കൊടി പറക്കുക, ജോർജിയൻ കൊടി പറക്കുക. ഇതാണ് പുള്ളിക്കാരത്തിൽ അടുപ്പ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാണ്. കച്ചാപ്പുരിയൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളൊരു ഓംലെറ്റ് പറഞ്ഞായിരുന്നു. അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സാണ്. സ്റ്റൗ കൊള്ളാം, ക്യൂട്ടായിട്ടുണ്ട്. സാധനം വന്നിട്ടുണ്ട്, നമ്മുടെ കച്ച. അപ്പോൾ ഇതിനെ ആക്രമിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അറ്റാക്ക്. മുറിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഒരു പിസ്സ മോഡലാണ്. പല ടൈപ്പുണ്ട്, പല ഷേപ്പിലുണ്ട്. മുകളിൽ മുട്ട ഒഴിച്ചുള്ള സാധനമുണ്ട്. ഇത് പക്ഷേ പിസ്സ മോഡലിൽ അകത്ത് സ്റ്റഫ് ചെയ്തേക്കുന്ന സാധനമാണ്. സോ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് താഴോട്ട് ഇറങ്ങുന്നു. ഇനി 2.5 കിലോമീറ്റർ കഴിഞ്ഞാൽ മെസ്റ്റിയ ടൗൺ. നല്ല വഴിയാണ്, കാറൊക്കെ വരുന്ന വഴിയാണ്. അതുകൊണ്ട് സ്ലോ ആയിട്ട് കംഫർട്ടബിളായിട്ട് വാക്ക് ചെയ്യാം. മെസ്റ്റിയ ടൗണിലേക്ക് 2.5 കിലോമീറ്റർ, മേ ബി 45 മിനിറ്റ്സ് കൊണ്ട് ചെല്ലുമെന്ന് വിചാരിക്കണം. ഇഷ്ടംപോലെ പൈൻ ട്രീസ് ഉണ്ട്. പൈനാണ് കൂടുതലും. പിന്നെ വേറെ ചില മരങ്ങളുണ്ട്. പൈനുള്ളതുകൊണ്ട് ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ വൈബാണ്. അപ്പോൾ സിറ്റിയിലേക്ക് ഒരു ഷോർട്ട് കട്ട് അടിക്കാൻ നോക്കിയതാണ്. അത് മഴയൊക്കെ പെയ്ത കാരണം ഇച്ചിരി ടഫാണ് ട്രെയിൽ. അതുകൊണ്ട് രാവിലെ കയറിയ പോലെ തന്നെ താഴോട്ട് ഇപ്പം സൂക്ഷിച്ചിറങ്ങണം. ലങ്സ് ഓക്കെയാണ്. കാലിൻ്റെ മുട്ടിനാണ് ഇപ്പോൾ പ്രശ്നം. മുകളിലോട്ട് കയറുമ്പം ലങ്സിന് പ്രശ്നം, താഴോട്ട് ഇറങ്ങുമ്പം മുട്ടിന് പ്രശ്നം എന്നാണല്ലോ ഒരു ഹൈക്കിങ്ങിൻ്റെ ബേസിക്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് താഴോട്ട് ഇറങ്ങണം. മഴ പെയ്ത കാരണം സ്ലിപ്പാവുന്നുണ്ട് ചെറുതായിട്ട്. ഒരു ചെറിയ സ്ലിപ്പ് കിട്ടി. ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രെയിൽ കഴിഞ്ഞ് പതുക്കെ നടക്കാൻ ഇച്ചിരി ബെറ്ററായിട്ടുള്ള ട്രെയിലിലേക്ക് വന്നിട്ടുണ്ട്. താഴേക്ക് ഇനി ഒരു 15 മിനിറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് നോക്കിയാൽ താഴെ കാണുന്നതാണ് മെസ്റ്റിയ. അതുകൊണ്ട് വലിയ ദൂരം കാണില്ല. ഒരു 15 മിനിറ്റ് കൊണ്ട് താവട്ടിയല്ലായിരിക്കും. വി ആർ ക്ലോസർ ടു മെസ്റ്റിയ നൗ. മണി 6 10 തൊട്ട് 6 വരെ ഓൾമോസ്റ്റ് 8 മണിക്കൂർ. ലാസ്റ്റ് പാർട്ട് ട്രെയിൽ ഇച്ചിരി വലിപ്പമുണ്ട്. മഴയത്ത് കുറച്ച് മെറ്റലും പാറക്കല്ലൊക്കെ ഒലിച്ച് വന്നിട്ടുള്ളതെന്നുള്ളത് വേറെ കുഴപ്പമില്ല. വി റീച്ച്ഡ് മെസ്റ്റിയ ബാക്ക് ആഫ്റ്റർ 6:15 ഓർ സംതിങ്. ഈവനിങ് വ്യൂ ആണ്. നദിയും
മെസ്റ്റിയാട്ട്. അപ്പോൾ നമ്മുടെ ട്രക്കിങ് അങ്ങനെ തീരുകയാണ്. ഒരു ദിവസം നല്ല എൻജോയബിൾ ആയിരുന്നു. ഇங்கே ഒരു കത്തീഡ്രൽ இருக்கிற மாதிரி இருக்கு. அங்கே there is a church or cathedral, no? മെസ്റ്റിയ. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു ദിവസം നല്ല ടഫായിരുന്നു. ഒത്തിരി നാൾ കൂടിയാണ് ഒരു പ്രോപ്പർ ഹൈക്കിന് പോണേ. അതുകൊണ്ട് നല്ലതായിട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇതാണ് മെസ്റ്റിയയിലെ ഫേമസ് ആയി നിൽക്കുന്ന നമ്മൾ ഇന്നലെ ഉഷ്കുലിയിലും കണ്ട ടവർ. പണ്ട് കാലത്തെ ടവറുകളാണ്. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാം ഇങ്ങനൊരു കാഴ്ച വസ്തു പോലെ ഉള്ളൂ. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയാം. അങ്ങനെ നമ്മൾ താഴെ എത്തി. ഇനിയിപ്പം ബൈക്ക് വെച്ചേക്കുന്നിടത്തോട്ട് പോകണം. ബ്രെഡ് ഉണ്ടാക്കണം. നമ്മുടെ തന്തൂര് പോലെ അടിച്ച് ബ്രെഡ് ഉണ്ടാക്കണം. മാവെടുത്ത് ഒരു ട്രൈക്ക് അടിപൊളിയാണല്ലോ. യമഹായാണോ അതോ ടൂർ വന്നേക്കുന്ന ആൾക്കാരെ അത് ആളുകൾ ടൂർ എടുത്തിട്ട് ടൂർക്ക് വന്നിരിക്കും. பின்னாடி வந்து ராயலாக சோஃபாவில் உட்கார்ற மாதிரி உட்காரலாம். பேலன்ஸ் எல்லாம் போனால் பயப்பட வேண்டாம். பேலன்ஸ் போகாது, ஏன்னா முன்னாடி 2 வீல் இருக்குல்ல. നൈസ്. ഒരു ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു ടവറും. വിസിറ്റേഴ്സിന് വേണമെങ്കിൽ സ്റ്റെയർ കേസ് വഴി പോയി കാണാം. നമ്മൾ ഓൾറെഡി ഇന്നലെ ഉഷ്കുലിയിൽ കണ്ടതായതുകൊണ്ട് വലിയ താല്പര്യം തോന്നുന്നില്ല. ക്വിക്ക് ഡിന്നർ, ഷവർമ ആൻഡ് ദ ബിയർ. ഓൾ സെറ്റ് ആൻഡ് റെഡി ടു മൂവ്. അപ്പം നമ്മൾ ലാസ്റ്റ് ഡേ ഓഫ് ദ റൈഡാണ്. വണ്ടി ഫിറ്റാണ്. ഇന്നലെ രാത്രി മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് കുറച്ച് നനവുണ്ട്. രാവിലെ സീറ്റൊക്കെ തുടച്ചു, ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നേരം വെളുത്ത് ഒരു 7 മണിക്ക് തന്നെ റെഡിയാവുമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് നമുക്ക് തിബിലിസിക്ക് പോകേണ്ടത് ഓൾമോസ്റ്റ് 460 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ജോർജിയൻ ട്രിപ്പിലെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഓടിക്കേണ്ട ദിവസമാണ്. കൂടുതൽ ഹൈവേ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. വൈകുന്നേരത്തോടുകൂടി അങ്ങ് ചെല്ലാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഹൈക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത 4 ദിവസം കൊണ്ട് പുള്ളിക്കാരത്തി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഉഷ്കുലിയിലേക്കുള്ള ഒരു ഹൈക്കിംഗ് റൂട്ടിലാണ് പോകുന്നത്. 4 ദിവസം എടുക്കും അവിടെ ചെല്ലാൻ. അത് ഈ വില്ലേജുകളും മൗണ്ടൻ റീജിയനും ഒക്കെ കയറിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബൈയൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു 7:30 കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി എടുത്തു. രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ആദ്യത്തെ ഒരു 100-150 കിലോമീറ്ററേ ഉള്ളൂ മൗണ്ടൻ ടെറൈൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഹൈവേ ആണ്. $95 പ്രീമിയം. $95. Maybe 6 liter. Okay, 6. Okay. $50 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് 1.5 മണിക്കൂറോളമായി. മണി ഇപ്പോൾ 10 മണിയായി. റോഡ് ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് വർക്ക് പണി നടക്കുന്ന കാരണം ഇച്ചിരി സ്ലോ ആണ്. നദി ഒഴുകുന്നു. നദിയുടെ ഒഴുക്ക്.
അപ്പോൾ ഒരു കോഫി കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. കഴിഞ്ഞ സൈക്ലിസ്റ്റുകളുണ്ട്, ഇവരങ്ങോട്ട് പോകുന്ന സൈക്ലിസ്റ്റുകളാണ്. രണ്ടുപേരും അവിടെ ചെല്ലുമ്പോൾ ഒരു നേരമാവും. 50 കിലോമീറ്റർ നല്ല കയറ്റമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാപ്പി കുടിച്ചു. ഒരു കോഫി ബ്രേക്കിന് വന്നു. കോഫി കുടിക്കാൻ നിർത്തിയ സ്ഥലത്തിൻ്റെ പുറകിൽ നല്ലൊരു വ്യൂ ആയിരുന്നു. ഏത് റിവറാന്ന് നോക്കണം. ആ റിവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ റിവറിന് പാരലായിട്ടാണ് റോഡ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കളർ, വെള്ളത്തിൻ്റെ കളർ കണ്ടില്ല. ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പ്, റിസോർട്ട് പോലെ ടർക്കിഷ് കോഫിയാണ് കുടിച്ചത്. ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ വിട്ടേക്കാം. ഇന്നിപ്പോൾ അധികം ബ്രേക്ക് എടുക്കാതെ മാക്സിമം കുറച്ച് ബ്രേക്കുകൾ എടുത്ത് പോകാമെന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. ഇനിയുണ്ട് 350 കിലോമീറ്റർ. വൈകുന്നേരത്തോടെ ലേറ്റാകാതെ ചെല്ലണം. കൊണ്ടുവന്നാൽ പിന്നെ എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു ബേക്കറി പോലെ കണ്ടവിടെ നിർത്തി. റോളും എന്തൊക്കെയുണ്ട്. എന്നാൽ പിന്നെ അതൊരെണ്ണം കഴിക്കാൻ തൽക്കാലം വിശപ്പം കടങ്ങുള്ളൂ. അപ്പം മലമ്പ്രദേശമൊക്കെ കഴിഞ്ഞ് ഇതായിട്ട് ഇറങ്ങി വന്നാൽ ഇനിയിപ്പോൾ ഇവിടുന്ന് വലിയ കുഴപ്പമില്ല. റോഡ് നല്ല റോഡുകളായിരിക്കണം. 340 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബേക്കറി പോലെ കണ്ടു. അവിടെ കയറി ചെറിയൊരു സാധനം ഓർഡർ ചെയ്ത് ലൈറ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പ്രീമിയം 95. ഓക്കെ. ഇത് നമ്മൾ ഗോരിയിൽ നിന്ന് കുട്ടായിസിക്കൊക്കെ പോയ സെയിം ഹൈവേ തന്നെയാണ്. തിരിച്ച് ട്ബിലിസിക്കുള്ള സെയിം റൂട്ടാണ്. നല്ല സൂപ്പർ എക്സ്പ്രസ് വേ ആണ്. അതുകൊണ്ട് കാറുകളൊക്കെ ചീറിപ്പായാണ്. നമ്മൾ പതുക്കെ ഒരു 80-90 സൈഡിൽ കൂടെ പോകുന്നേ ഉള്ളൂ. അധികം റിസ്ക് എടുത്ത് ഓടിക്കേണ്ട കാര്യമില്ല. 90-100 കിലോമീറ്റർ കൂടുതലൊക്കെ വണ്ടിക്കാണെങ്കിലും ചെറിയ വൈബ്രേഷൻ കൂടുതൽ വരും. ഒരു 80-90 പോവുകയാണെങ്കിൽ കംഫർട്ടബിളായിട്ട് ഒരു റിലാക്സ് മോഡിലൊക്കെ പോവാം. ഈവനിങ് എന്തായാലും രാത്രിയാകുന്നതിന് മുമ്പ് ചെല്ലാൻ പറ്റും. അതുകൊണ്ട് തിരക്കൊന്നും ഇല്ലാതെ പതൊക്കെ തന്നെയാണ് പോണത്.
സൈഡിലധികം ഹോട്ടലുകളൊന്നുമില്ല. അങ്ങനെ കുറേ ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെറിയൊരു മിനി മാള് പോലെ ഫുഡ് കോർട്ടും ഇതൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. അവിടെ കയറി 2 പേസ്ട്രി കഴിച്ചു. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഇനിയിപ്പം 90 കിലോമീറ്ററൂടെ ഉള്ളൂ. അതുകൊണ്ട് 6-6:30 ആകുമ്പോൾ ചെല്ലാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു 6:30 മണിയോടുകൂടി തിരിച്ച് സിറ്റിക്കകത്ത് വന്നു. ഇന്നും നാളെയും കൂടെ 2 നൈറ്റിന് വേണ്ടി ഒരു ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ തവണ ദ്വീലിസി താമസിച്ചത് ഓൾഡ് ടൗൺ അടുത്തായിരുന്നു. ഇതൊരു 3 കിലോമീറ്ററൂടെ മാറിയാണ്. വേറൊരു ഏരിയ കാണാന്നുള്ള ഐഡിയയിലാണ് അവിടെ ബുക്ക് ചെയ്തത്. ഈ ഹോസ്റ്റലിന് അടുത്ത് ഒരു 500 മീറ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മാപ്പ് എന്താണെന്നറിയില്ല, കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. അതിലേക്ക് കുറച്ച് ചുറ്റേണ്ടി വന്നു. ഒരു വലിയൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതിനകത്ത് ഒരു പഴയ ബിൽഡിംഗ് ആണ് ഒരു ഹോസ്റ്റലായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നത്. This is 27. So maybe that side or? Yeah. Hello. You know 18B hostel here? No. പക്ഷെ മാപ്പ് നോക്കിയിട്ട് കറക്റ്റായിട്ട് കണ്ടില്ല. പിന്നെ 2 പേരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത്യാവശ്യം തപ്പി പിടിക്കുകയായിരുന്നു. ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ മിക്കയിടത്തും ജംഗ്ഷനിലെല്ലാം അണ്ടർപാസുകളുണ്ട്. അപ്പോൾ അണ്ടർപാസിലെല്ലാം ഇങ്ങനെ ഗ്രാഫിറ്റി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് ലഗേജൊക്കെ അൺപാക്ക് ചെയ്തിട്ട് നമ്മുടെ ബൈക്ക് റെൻ്റൽ ആളുടെ അടുത്ത് പോയി വണ്ടിയൊക്കെ തിരിച്ചു കൊടുത്തു. കുഴപ്പമില്ല, പുള്ളി ഡെപ്പോസിറ്റൊക്കെ കറക്റ്റായിട്ട് തിരിച്ചു തന്നു. അതൊക്കെ കഴിഞ്ഞ് പതുക്കെ ഡിന്നർ കഴിക്കാൻ പിന്നെ രാവിലെ മുതൽ കുത്തിയിരുന്ന് ഓടിച്ചതായതുകൊണ്ട് ഒരു 2 കിലോമീറ്റർ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോസ്റ്റലിനടുത്തുള്ള ഏരിയ കൂടെ ഒക്കെ നടന്നു നടന്നപ്പോൾ പതുക്കെ നമ്മുടെ ഓൾഡ് ടൗൺ ഡയറക്ഷനിലേക്കാണ് നടക്കുന്നത്. മാരിയറ്റ് ഹോട്ടലാണ് ഇവിടുത്തെ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു 10 ദിവസത്തെ ജോർജിയൻ ട്രിപ്പ് ഓൾമോസ്റ്റ് തീരാൻ പോവുകയാണ്. റൈഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം ഇവിടെ ലോക്കൽ ജോർജിയ നേരത്തെ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക എന്നുള്ള ഒരു ഐഡിയ ഉള്ളൂ. അതാണ് നാളത്തെ പരിപാടി. നാളെ അതുകൊണ്ട് അല്പം റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണുക, വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതുള്ള ലക്ഷ്യം. അങ്ങനെ നടന്നു വന്ന് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഡിന്നറൊക്കെ കഴിച്ചു. കുറച്ച് ദിവസം കൂടി ഒന്ന് റൈസ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായിരുന്നു റൈസ് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒരു റൈസ് കഴിക്കാനൊരു മോഹം. ഇപ്പം ബീഫ് മന്തി പറഞ്ഞേക്കുവാണ്. ബീഫ് മന്തി. ഫ്രീഡം ലിബർട്ടി സ്ക്വയർ വൈബ്സ്. അല്ല, രാത്രി 11 മണിയായെങ്കിൽ ആൾക്കാർ പാട്ടൊക്കെ പാടും. പട്ടി നിൽക്കുന്നുണ്ട്, കോളറൊക്കെ ഇട്ടിട്ട് പട്ടി. തിരിച്ച് നമ്മൾ പഴയ ഫ്രീഡം സ്ക്വയറിൻ്റെ അവിടെ തന്നെ വന്നു. 10 മിനിറ്റ് അവിടെയൊക്കെ ഇരുന്നിട്ട് പിന്നെ 3 കിലോമീറ്റർ തിരിച്ച് നടക്കാൻ മടി. അതുകൊണ്ട് ഒരു ചെറിയ ടാക്സി എടുത്ത്, ജോർജിയ വന്നിട്ട് ടാക്സി എടുത്തില്ല ഇതുവരെ. അപ്പം ഒരു ടാക്സി എടുത്ത് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ അതൊക്കെയാണ് മെസ്റ്റിയയിലെ ഹൈക്കിൻ്റെയും പിന്നെ മെസ്റ്റിയ ടു ത്ബിലിസി റൈഡിൻ്റെയും വിശേഷങ്ങൾ. യാത്രയ്ക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ജോർജിയയിലെ ലാസ്റ്റ് പാട്ടുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.